നോക്ക്, എനിക്കെങ്ങനെ പറയണമെന്നറിയില്ല. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാ. നീയൊന്ന് മൂളിയാ മതി. എന്റെ വീട്ടിലെ രാജകുമാരിയാക്കും ഞാൻ. അപ്പൊ നിങ്ങളെ വീട്ടിലൊരു രാജകുമാരി ഇല്ലേ? നീയൊന്ന് പറഞ്ഞാ മതി. അവളെ മൊഴിചൊല്ലി വീട്ടിൽ കൊണ്ടാക്കൂലെന്ന്. നിന്നെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഞാൻ നോക്കും. അല്ല, എന്റെ ആളുകൾ ഈ വിവരം നിന്നോട് പറഞ്ഞില്ലേ? പറഞ്ഞു. ഞാനതിനുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ പോയി ശരിക്കും ആലോചിക്ക്. പിന്നെ തീരുമാനം അത് ഹൈദ്രോസ് എടുത്തോളാം. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? തെങ്ങ് കയറ്റമായിരുന്നു പണി. ഒരു ദിവസം പിടിവിട്ടുപോയി. നട്ടെല്ലിനാണ് പൊട്ട്. 8 മാസമായി. എല്ലാം വിറ്റ് പെറുക്കി. ഇനിയിപ്പോ ഈ വീട് മാത്രമേ ഉള്ളൂ ബാക്കി. കുടുംബ ചെലവൊക്കെ ഇപ്പൊ എനിക്ക് മരിച്ചാ മതി എന്നുണ്ട്. ഞാനില്ലെങ്കിൽ കുട്ടികളുടെ പഠിപ്പിനും ആഹാരത്തിനും നാട്ടുകാർ സഹായിക്കുകയായിരുന്നു. ബന്ധുക്കൾ ആരുമില്ലേ? ആദ്യമൊക്കെ വന്നിരുന്നു. ആരും വരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ 2 ബുദ്ധിമുട്ടും ഒരു പരിധിവരെ തീർന്നാൽ നിങ്ങളുടെ ഈ വിഷമം കുറേയൊക്കെ തീരും. ഞങ്ങൾ ഈ നാട്ടിലെ കുറച്ച് ആളുകളെ കണ്ട് നിങ്ങളെ സഹായിക്കാൻ അഭ്യർത്ഥിക്കട്ടെ. സിസ്റ്ററെ, ഇവർക്ക് മരുന്ന് കൊടുത്തോളൂ. അരി നിങ്ങൾക്ക് എല്ലാ മാസവും എത്തിക്കാം. കുട്ടികളുടെ പഠനത്തിൻ്റെ കാര്യം ഞങ്ങൾ ശരിയാക്കാൻ നോക്കാം. എന്നാ വരട്ടെ. ആ ചന്ദ്രേട്ടാ, അരി കൊടുക്കാനുള്ള ലിസ്റ്റിൽ ഇവരുടെ പേരും കൂടി ഒന്ന് ചേർക്കണം. വൈകുന്നേരം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അരി എത്തിക്കാട്ടോ. ചന്ദ്രേട്ടാ, ഒന്ന് നിർത്തും. ഒന്ന് നിൽക്കൂ. നിങ്ങളെന്താ ഇവിടെ? എന്നെ മനസ്സിലായോ? ഈ ജീവന്റെ അവകാശി ശരിക്കും നിങ്ങളല്ലേ? ഈ ജന്മത്തിൽ നിങ്ങളെ മറക്കാൻ കഴിയോ? നിങ്ങളിവിടെ കണ്ടപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാനിവിടുത്തെ സ്കൂളിലാ ജോലി ചെയ്യുന്നത്. ഈ നാട്ടിൽ വന്നിട്ട് 5 വർഷമായി. ഇതിനു മുമ്പ് 2 വർഷത്തോളം ഞങ്ങൾ അമ്മാവിന്റെ വീട്ടിലായിരുന്നു. മോള് വലിയ കുട്ടിയായില്ലേ? വീട്ടില് ഉമ്മക്കും ഉപ്പക്കും സുഖല്ലേ? ഉമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഉപ്പയ്ക്ക് ക്യാൻസറാണ്, കിടപ്പില. അല്ല, നിങ്ങളീ വഴിക്ക്? ഇപ്പോൾ ഓട്ടോയിലല്ല, പാൽ സൊസൈറ്റിയിൽ ചെറിയൊരു ജോലിയുണ്ട്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയം സാന്ത്വനം എന്ന പേരിൽ പാവപ്പെട്ട നിരാലംബരായ രോഗികളെ വീട്ടിൽ ചെന്ന് ചികിത്സിക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട്. അതിലെ ഒരു അംഗമാണ് ഞാൻ. അപ്പോ ബാപ്പയൊന്ന് കാണാമല്ലോ അല്ലേ? തീർച്ചയായും. എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. സാന്ത്വനം, ഈ പേര് നിങ്ങൾക്ക് നന്നായിട്ട് ചേരും. ഇവിടെ വീട് ഈ റോഡിന് തന്നെ പോയാ 1-2 കടകൾ കാണാം. അവിടെ ചോദിച്ചാ മതി. അവിടെ അടുത്താ. സ്കൂളിൽ ബെല്ലടിക്കാറായി. ഞങ്ങളുടെ വീട്ടിലേക്ക് എപ്പോ വേണേലും വരാട്ടോ. അല്ല, നിങ്ങളുടെ ഹസ്ബൻഡ്?
ഉമ്മച്ചിക്ക് അങ്ങനെ ചോദിക്കണ ഇഷ്ടല്ല. എനിക്ക് 8 മാസം പ്രായമുള്ളപ്പോ എന്റെ ബാപ്പച്ചി മരിച്ചു ഇത്രേ. ആരെങ്കിലും ചോദിച്ച അങ്ങനെ പറയാൻ പറഞ്ഞു. ബാപ്പാ, ഇവിടെ മരുന്ന് തരാൻ ആരെങ്കിലും വന്നിരുന്നോ? വന്നിരുന്നു മോളെ. സാന്ത്വനത്തിൽ നിന്നാണല്ലോ ഓല് വരുന്നത്. അടുത്തിരുന്ന് നമ്മളെ തൊട്ടും തലോടിയും ചികിത്സിച്ചതൊക്കെ കാണുമ്പം നമ്മളെ പകുതി സോക്കേടാണ് മാറും. ബാപ്പാനോട് രോഗവിവരം അന്വേഷിച്ച ആൾ ആരാണെന്നറിയോ? നിങ്ങളോട് ഞാൻ പറയാറില്ലേ, നിഷാദ്. അയാളാണത്. നേരോ? കണ്ടുമുട്ടുന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. വല്യപ്പ, ഇന്ന് ഉമ്മച്ചിക്ക് എന്താ പറ്റിയത്? എന്നെ ഒറ്റയ്ക്കിട്ട് ഓടി പോന്നു. ഈ പൈതൽ ഒറ്റയ്ക്ക് നടന്നാ ഇങ്ങോട്ട് വന്നത്. ഇതൊന്നും കാണാനും കേൾക്കാനും ആരുമില്ലേ? എന്താടി റെജിന ഈ കാട്ടിയത്? എന്റെ കുട്ടീനെ ഈ ഒറ്റയ്ക്കെടുത്ത് പോന്നോ? മോള് വാ. അല്ല കാതറാക്ക, ഇവിടെ പെണ്ണുങ്ങളാരും ഇല്ലേ? തള്ള റേഷൻ വാങ്ങാൻ പോയതാ. വല്യോള് ഇവിടെ ഉണ്ട്. എടുത്തോളി എടുത്തോളി. പലിശ എങ്ങനെ കൊടുക്കണ്? മുതൽ കയറ്റം ഒന്നും ആയിട്ടുമില്ല. എന്നാണാവോ ഇതൊക്കെ കൊടുത്ത് വീട്ടുക. നോക്കി, നിങ്ങള് മനസ്സ് വെച്ചാ ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതെ, ഐദ്രോസിന്റെ പണല്ലേ മൂപ്പരറിയാതെ ഞാൻ നിങ്ങക്ക് തന്നതെന്ന്. നിങ്ങളെ മകളയാൾക്ക് പെരുത്തിഷ്ട. നിങ്ങളൊന്ന് മൂളിയാ മതി, ഐദ്രസ് മുതലാളി ഉള്ള രാജകുമാരിയാക്കും. അയാൾക്കെന്താ കുറവ്? ഈ നാട്ടിലെ പ്രമാണി, വേണ്ടത്ര മുതല് ഇപ്പൊ പള്ളി കമ്മിറ്റിയിലുണ്ട്. ഇതങ്ങോട്ട് നടന്നു കിട്ടിയ നിങ്ങളെ കഷ്ടകാലം തീരൂലേ? പിന്നെ നിങ്ങൾ എത്ര എതിർത്താലും മൂപ്പര് വിചാരിച്ചാ ഇത് നടത്തും. മൂർഖനയാള്, മൂർഖൻ. നിലവില് ഒരു ഭാര്യല്ല അയാൾക്ക്. ഇങ്ങള് സമ്മതിച്ച ഓൾ അവിടെ ഉണ്ടാവൂല്ലോ. നാട്ടിൽ നടക്കുന്നതന്നല്ലേ എന്റെ മുതലാളി ചെയ്യുന്നത്. എന്താ മോളെ അവിടെ? കുട്ടിയെ ഉല്ലാസ് കഞ്ഞിനെടുത്ത കൊയങ്ങിക്കണ. കാതർക്ക ഉറങ്ങണോ? ഇതാരാ നിസാദോ? എവിടെ മറ്റോതൊക്കെ? മോളെ റജീന, ഇതാരാ ബന്ധുക്കണ് നോക്കാ. പഠിച്ചോനെ, ഇതാരാ? എന്താ അവിടെ നിക്കണേ? അങ്ങോട്ട് ഇരിക്കി. ഉമ്മ ചായ ഉണ്ടാക്കി. സജിന മോൾ എവിടെ? താത്താന്റെ കൂടെ ഉണ്ടാവും. മരുന്ന് കഴിച്ചിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ? എനിക്കിപ്പോ നല്ല ഭേദമുണ്ട്. ഉമ്മാക്കും പെങ്ങന്മാർക്കും ഒക്കെ സുഖല്ലേ? സുഖാണ്. പെങ്ങന്മാരുടെ കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞു. രണ്ടുപേരുടെയും കഴിഞ്ഞു. അവർക്കും സുഖാണ്. അല്ല നിസാദെ, ഈ ഇങ്ങനെ സാമൂഹ്യ പ്രവർത്തനമായിട്ട് നടന്ന എൻ്റെ ഉമ്മാക്കും ഓടപ്പിറന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല മോനെ, നമ്മളെ സമൂഹത്തിൽ ഒരു രക്ഷിതാവും സ്വന്തം മക്കളോട് സഹജീവികളെ രക്ഷിക്കാനും സമൂഹത്തിൽ നന്മ ചെയ്യാനും പറഞ്ഞു കൊടുക്കാറില്ല. സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നേ പറയാറുള്ളൂ. എന്നാ എൻ്റെ ഉമ്മ അങ്ങനെയല്ല.
ഇതിനുള്ള എല്ലാ പ്രോത്സാഹനവും എൻ്റെ ഉമ്മയാണ് തരുന്നത്. ഇതിനൊക്കെ മാറ്റം വരണമെങ്കിൽ കുട്ടികളുടെ ഉസ്താദുമാരോ അധ്യാപകരോ പറഞ്ഞതുകൊണ്ടാകില്ല. രക്ഷിതാക്കൾ തന്നെ വേണം പറഞ്ഞു മനസ്സിലാക്കാൻ. അവരിൽ നിന്ന് കുട്ടികൾക്ക് സമൂഹത്തിന് നന്മയെക്കുറിച്ചുള്ള ചിന്തകളുണ്ടാകും. രക്ഷിതാക്കൾ പറഞ്ഞാൽ അവർ കേൾക്കും, അനുസരിക്കും. പക്ഷേ രക്ഷിതാക്കൾ പറയണം. എൻ്റെ വാപ്പ എനിക്ക് 9 വയസ്സുള്ളപ്പോൾ ഉപ്പ പാമ്പ് കടിച്ചു മരിച്ചു. പിന്നെ ഞങ്ങളെ പോറ്റാൻ ഉമ്മ വല്ലാതെ കഷ്ടപ്പെട്ടു. എൻ്റെ ഉമ്മ പാടത്ത് പണി കഴിഞ്ഞ് ഇരുട്ടാവും വീട്ടിൽ വരാൻ. വരുമ്പോൾ ഉമ്മാൻ്റെ തലയിലെ തട്ടത്തിൽ പൊതിഞ്ഞു കെട്ടിയ നെല്ലുണ്ടാവും. അത് നെല്ലാണെന്ന് പറയാൻ പറ്റില്ല, പകുതിയും പതിരാവും. ഉമ്മ വരുമ്പോഴേക്കും ഉമ്മക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കി കഞ്ഞിക്കുള്ള വെള്ളവും അടുപ്പത്ത് വെച്ച് ഞാനും എൻ്റെ അനിയത്തിമാരും ഉമ്മറത്ത് വന്ന് കാത്തിരിക്കും. ദൂരെ ഉമ്മാൻ്റെ നിഴൽ കാണുമ്പോഴേക്കും ഞാൻ ഓടിച്ചെന്ന് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് നെല്ല് വാങ്ങിക്കൊണ്ടുവരും. നെല്ല് ഞാൻ തന്നെ വറുത്ത് കുത്തും. പാവം പണി കഴിഞ്ഞ് ക്ഷീണിച്ചല്ലേ വരുന്നത്. അതും കൂടി ചെയ്യിക്കാൻ എനിക്ക് മനസ്സ് വരില്ല. നെല്ല് കുത്തിയിട്ട് എൻ്റെ കയ്യിലെ തഴമ്പ് പഴുത്തിട്ടുണ്ട്. പക്ഷെ ആ വേദനയൊന്നും ഞാൻ ഉമ്മാൻ്റെ മുമ്പിൽ കാണിക്കൂല. കഞ്ഞി വെച്ച് ഞാൻ ഉമ്മാക്ക് പാത്രം നിറച്ച് വിളമ്പിക്കൊടുക്കും. എന്നാലല്ലേ ഉമ്മാക്ക് പിറ്റേന്നും പണിക്ക് പോകാൻ പറ്റുള്ളൂ. എൻ്റെ കഞ്ഞിൻ്റെ വറ്റൊക്കെ ഞാൻ എൻ്റെ അനിയത്തിമാർക്ക് വിളമ്പിക്കൊടുക്കും. ഈ കള്ളത്തരം ഉമ്മാക്കറിയാം. അതുകൊണ്ട് അനിയത്തിമാർ കയ്യും കഴുകി പോകുന്നു നോക്കി ഉമ്മ ഇരിക്കും. അവര് പോയാൽ ഉമ്മ വലിയ 2 ഉരുള തന്ന് എന്നെ ഊട്ടിവിടും. ഒന്നും സാരല്ല, പഴയതൊന്നും ഇജ്ജ് മറന്നിട്ടില്ലല്ലോ. അത് മതി. പടച്ചോൻ എനക്ക് നല്ലത് വരുത്തും. ചായ കുടിക്കേ. മുത്തുമോളെ വെല്ലിപ്പ വെല്ലിപ്പ ഈ പൈതനെ രക്ഷിക്ക് വെല്ലിപ്പ. എന്താ മുത്തുമോളെ, നിനക്ക് കുളിക്കണത് ഇഷ്ടല്ലേ? എന്ന് ഞാനല്ലേ നിന്നെ കുളിപ്പിക്കല്? എന്താ മോളെ താത്താനെ ഈ ഇങ്ങനെ കളിപ്പിക്കണത്? നല്ല പെട കിട്ടു കേട്ടോ. ഒട്ടും അനുസരണമില്ലാതെ വരിക കുട്ടിക്ക്. താത്ത നിനക്ക് വയ്യെങ്കിൽ ഞാൻ കുളിപ്പിച്ചോളാം. നീ എന്തിനാ എന്റെ മുത്തുമോളെ ഇങ്ങനെ ചീത്ത പറയണ്? അന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, സ്കൂളിൽ പോയി വരുന്നവരെ ഓള് എന്റെ സജിന, സ്കൂള് വിട്ടു വന്ന ഓള് എന്റെ മുത്തുമോളാ. ആയിക്കോട്ടെ, അവൾ എന്റെ മുത്തുമോള് തന്നെയാണ്. മുത്തുമോള് പോയി കുളിക്കേ. ചെല്ലേ. ആ ഇത് താത്തയല്ലേ? അതെ. അസുഖത്തിന് വല്ല മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല മോനെ. നിങ്ങളൊരു കാര്യം ചെയ്യേ, ഞങ്ങളുടെ ക്ലിനിക്കിലേക്ക് താത്തയെ കൊണ്ടുവരൂ. ഡോക്ടറെ കണ്ട് വിശദമായി പരിശോധിച്ച് വേണ്ട മരുന്ന് വാങ്ങിപ്പോരാം. എന്നാ ഇറങ്ങട്ടെ. ആ ആരാ പറഞ്ഞത് പുതിയ തലമുറ ശരിയല്ലെന്ന്? കണ്ടില്ല ഓനെ. ഇങ്ങനത്തെ ഒരാളെ കിട്ടാൻ പുണ്യം ചെയ്യും.